അല്ലാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സകല മുറാദുകളും നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന നമ്മുടെ ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ. രോഗമുള്ളവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. കടമുള്ളവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടട്ടെ. രോഗമുള്ളവരോട്, കടമുള്ളവരോട്, ജോലിയില്ലാത്തവരോട്, ഭവനമില്ലാത്തവരോട്, ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരോട്, വിവാഹ സംബന്ധമായി വിഷമിക്കുന്നവരോട്, പല രീതിക്കും വിഷമിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന അമല് നിങ്ങൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വലിയ വലിയ വിജയങ്ങൾ നൽകുന്നതാണ്. നിങ്ങളുടെ വിഷമത്തിൽ നിന്ന് അല്ലാഹു നിങ്ങളെ മാറ്റുന്നതാണ് മുഅ്മിനീങ്ങളെ. ഞാനിത് പറയാൻ പോകുന്ന വിഷയം, നാം അല്ലാഹുവുമായിട്ട് ഏറ്റവും അടുക്കുന്നത് എപ്പോഴാണ്? സുജൂദിൽ പോകുന്ന സമയത്താണ്. സുജൂദിൽ കിടക്കുമ്പോഴാണ് നാം അല്ലാഹുവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന ആ സമയം. ആ സമയത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും പെട്ടെന്ന് ഉത്തരം കിട്ടും. പക്ഷേ പലർക്കും ഇത് അറിയില്ല. അപ്പൊ സുജൂദിൽ കിടന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായ ദുആ പലർക്കും ഇത് അറിയുകയില്ല മുഅ്മിനീങ്ങളെ. ചിലർ വിചാരിക്കുന്നത് എന്താണ്? സുജൂദിൽ കിടന്നുകൊണ്ട് നമുക്ക് മറ്റു ഒരു ദുആ ചെയ്യാൻ പാടില്ല, സാധാരണ നമ്മൾ സുജൂദിൽ ചെല്ലുന്ന ദിക്ർ മാത്രമേ ചെല്ലാവൂ എന്നാണ് ചിലരുടെ വിചാരം. പക്ഷെ നമുക്ക് ദുആ ചെയ്യാവുന്ന ഹദീസുകൾ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് തങ്ങൾ തന്റെ ഹദീസിൽ കൂടി പറയുന്നതായി നമുക്ക് കാണാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരടിമ അല്ലാഹുവുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അവൻ സുജൂദ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഒരടിമ അല്ലാഹുവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അവൻ സുജൂദ് ചെയ്യുന്ന സമയത്താണ്. നമുക്ക് സംശയം വരാം, ഫർദ് നമസ്കാരത്തിൽ പറ്റുമോ? അപ്പോൾ ചിലർ ചോദിക്കും, ഉസ്താദേ, അപ്പോൾ സുന്നത്ത് നമസ്കാരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ദുആ ചെയ്യാം. ഫർദ് നമസ്കാരത്തിൽ ഈ സാധാരണ ദിക്റല്ലാതെ വേറെ ഏതെങ്കിലും ദിക്റുകൾ ചെല്ലാൻ പറ്റുമോ എന്ന് സംശയം. സഹോദരങ്ങളെ, ഫർദിലും സുന്നത്തിലും പറ്റും, സുജൂദിൽ എവിടെയും പറ്റും. ആ സമയം അല്ലാഹുവുമായിട്ട് അടുത്ത് നിൽക്കുന്ന സമയമാണ്. സുജൂദിൽ പറയാനുള്ള ദിക്ർ മാത്രം പറഞ്ഞിട്ട് നിങ്ങൾ നിസ്കാരം തുടരുന്ന അവസ്ഥ ഉണ്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ദുആ അധികരിപ്പിക്കണം. കാരണം എന്ത് തരാനും എന്ത് അറിയാനും കഴിവുള്ളവനായ അല്ലാഹുവിന്റെ അടുക്കലാണ് നാം ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്കറിയാമോ, മുത്തനബി തങ്ങൾ പറഞ്ഞ എന്താണ്? സുജൂദിൽ അല്ലാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കുക. നമ്മൾ ഒരിക്കലും അത് ചെയ്യാറില്ല. അങ്ങനെയല്ല, സുജൂദിൽ നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കണം. അത് ഫർദ് നമസ്കാരത്തിൽ നമുക്ക് ചോദിക്കാം, സുന്നത്ത് നമസ്കാരത്തിൽ നമുക്ക് ചോദിക്കാം. പക്ഷേ ഇവിടെ ഇമാമായി നിൽക്കുമ്പോൾ, അല്ലേ, നമ്മളിപ്പോൾ ഒരു പള്ളിയിൽ ഇമാമായി നിൽക്കണം. നമ്മളൊക്കെ ഇമാമായി നിൽക്കുന്ന സമയത്ത് നമ്മൾ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരുന്നാൽ വേക്കി നിൽക്കുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാകും, അല്ലേ? ഞാൻ ഇമാമാണ്, അപ്പൊ ഞാൻ ഇമാമായി നിൽക്കുമ്പോൾ സുജൂദ് ഇങ്ങനെ അധികരിപ്പിച്ചാൽ അവർ മുട്ടുവേദന ഉണ്ടാകും, കാലുവേദന ഉള്ളവരോടാകും, ശരീരവേദന ഉള്ളവരോടാകും, പെട്ടെന്ന് പോകേണ്ടിയുള്ളവരോടാകും. അതുകൊണ്ട് സുജൂദിൽ കിടക്കുന്ന ഇമാമികളെ കുറിച്ചല്ല ഈ പറഞ്ഞത് സഹോദരങ്ങളെ. അങ്ങനെ ഇമാമായി ഞാൻ സുജൂദ് ഇങ്ങനെ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ മാമൂമികൾ അവർക്ക് ബുദ്ധിമുട്ടാകുന്നതാണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ സുജൂദിൽ കിടന്ന് ദുആ അധികരിപ്പിക്കുക. ഫർദ് നമസ്കാരത്തിൽ ചോദിച്ചുകൂടാ എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഫർദ് നമസ്കാരത്തിൽ നമുക്ക് ചോദിക്കാം. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ പെട്ടെന്നില്ല കോഴി കൊത്തുന്നത് പോലെ എഴുന്നേറ്റ് പോകാതെ സുജൂദിൽ കിടന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കണ്ടോ? അപ്പൊ ഇന്ന് മുതൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട് നിങ്ങളുടെ ഏത് ആവശ്യങ്ങളാകട്ടെ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക. മഹാന്മാരായ സഹാബാക്കൾ സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്തതായി കിതാബുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ സുജൂദിൽ കിടന്ന് എന്റെ 70 സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. കുറച്ചവനെ നോക്കൂ. മഹാനവറുകൾ പറയാണ്, അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ 70 സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്, ഞാൻ സുജൂദിൽ കിടന്നുകൊണ്ടിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ മുഅ്മിനീങ്ങളെ, നിങ്ങളെ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ മന്നാനായ റബ്ബ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റുന്നതാണ്. ഒരുപാട് വിഷമങ്ങളുള്ളവർ, പ്രയാസങ്ങളുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. രോഗമുള്ളവർ, കടമുള്ളവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്. നിങ്ങൾ ഒരു റക്അത്ത് വുളു എടുത്തിട്ട് നിങ്ങൾ ഒരു ഹാജത്തിന്റെ നമസ്കാരം നമസ്കരിച്ചിട്ട് ആ സുജൂദിൽ, അവിടെയുള്ള സുജൂദിൽ നിങ്ങൾ ആ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ പ്രപഞ്ചം
പ്രപഞ്ചമഖിലവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു പോകുന്ന റബ്ബ് നമ്മുടെ ആവശ്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിറവേറ്റി തരുന്നതാണ്. അപ്പോൾ സുജൂദിൽ കിടന്നുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ പറയണം, മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞ 70 സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല 10 ലക്ഷം ഹദീസുകൾ മനഃപ്പാഠമാക്കിയ ഹംബലി മദ്ഹബിന്റെ ഇമാമായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 4 മദ്ഹബ് നമുക്കുണ്ട് അല്ലേ? ഇതൊക്കെയാണ് 4 മദ്ഹബ്: ഹനഫി, ഹംബലി, മാലികി, ശാഫിഈ റഹിമഹുല്ലാഹ് അല്ലേ? അപ്പോൾ അതിൽ ഒരു മദ്ഹബാണ് ഹംബലി ഇമാമിന്റെ മദ്ഹബ്. ആ മഹാനായ ഹംബലി ഇമാം റഹിമഹുല്ലാഹ് അഥവാ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ആ മഹാൻ പറയുകയാണ്, എന്റെ ഉസ്താദായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഞാൻ ദുആ ചെയ്യുമായിരുന്നു. എത്ര വർഷമാണ്? 40 വർഷം ഞാൻ ദുആ ചെയ്തിട്ടുണ്ടെന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ നമ്മൾ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുമ്മ ഇശ്ഫി അംറാദി, അല്ലാഹുമ്മ ഖദി ഹാജാതി, നമ്മൾ ദുആ ചെയ്യണം. സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഖദി ഹാജാതി, അല്ലാഹുമ്മ ഇശ്ഫി മർദി, അല്ലാഹുമ്മ അസ്ലിഹ് അലാ ഔലാദി. സുജൂദിൽ കിടന്നിട്ട് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ അസ്ലിഹ് അലാ ഔലാദി, പടച്ചവനെ എന്റെ മക്കളെ നീ നന്നാക്കണേ അല്ലാഹ്, എന്റെ മക്കളുടെ അവസ്ഥകളൊക്കെ നല്ലതാക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ ഇശ്ഫി മർദി, എന്റെ രോഗത്തിന് നീ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഖദി ഹാജാതി, പടച്ചവനെ പടച്ചവനെ എന്റെ ആവശ്യങ്ങൾ അല്ലാഹുവേ നീ നിറവേറ്റി തരണേ അല്ലാഹ്. സുജൂദിൽ കടന്നുകൊണ്ട് സാധാരണ നമ്മൾ ദിക്റൊക്കെ ചൊല്ലിയതിനു ശേഷം ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ ഇങ്ങനെയുള്ള ദുആകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല മുഅ്മിനീങ്ങളെ, അതൊക്കെ അധികരിപ്പിക്കുന്ന നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. അല്ലാഹുമ്മ ഖദി ഹാജതി, പടച്ചവനെ എന്റെ ആവശ്യം നീ നിറവേറ്റണേ അല്ലാഹ്, എന്റെ മുറാദ് ഹാസിലാക്കണേ റഹ്മാനെ. അതുപോലെ അല്ലാഹുമ്മ മർദി, എന്റെ രോഗത്തെ ശിഫയാക്കണേ പടച്ചവനെ. അതുപോലെ അല്ലാഹുമ്മ അസ്ലിഹ് അലാ ഔലാദി, അല്ലാഹുവേ എന്റെ മക്കളുടെ അവസ്ഥ നന്നാക്കണേ പടച്ചവനെ. അല്ലാഹുവേ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ രണ്ട് ലോകത്ത് വിജയിക്കുന്നവരായി ഞങ്ങളെ മാറ്റണേ അല്ലാഹ് എന്നുള്ള ഈ അറബിയിൽ അറിയാവുന്ന ദുആകളൊക്കെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ സുജൂദിൽ കടന്നുകൊണ്ട് അധികരിപ്പിക്കണം. പക്ഷെ ഇങ്ങനെ നമ്മൾ സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യുള്ളത്? ഈ കാര്യം നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കണം. നമ്മുടെ ദുആ അറബിയിലായിരിക്കണം. എന്തിലായിരിക്കണം? നമ്മൾ ദുആ ചെയ്യുന്ന അറബി ഭാഷയിലായിരിക്കണം, അല്ലാതെ മലയാളത്തിൽ നമ്മൾ പറഞ്ഞുകൂടാ. അപ്പൊ നിസ്കാരത്തിൽ സുജൂദിൽ കിടക്കുമ്പോൾ നമ്മൾ പറയേണ്ടുള്ള ഏത് ഭാഷയിലാണ്? അറബിയിലായിരിക്കണം നമ്മൾ പറയേണ്ടിയുള്ളത്, അല്ലാതെ മലയാളത്തിൽ നമ്മൾ പറയരുത്. മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ നമസ്കാരം ബാത്തിലായി പോകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നമസ്കാരം ബാത്തിലായി പോകും. അതുകൊണ്ട് ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മലയാളത്തിൽ ദുആ ചെയ്യരുത്, നേരെ മറിച്ച് അറബിയിലാണ് ദുആ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് അറബി അറിയില്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട് മനസ്സിൽ കരുതിയാൽ മതി. കാരണം അല്ലാഹുവേ എന്റെ രോഗം ശിഫയാക്കണേ അല്ലാഹ്. അറബി അറിയില്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ അത് കരുതിയാൽ മതി. നിങ്ങളുടെ ആവശ്യം എന്താണോ നിങ്ങളുടെ മനസ്സിൽ കരുതിയാൽ മതി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വ്യത്യസ്തമാണ് നമ്മുടെ ആവശ്യങ്ങൾ. അല്ലാഹു നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാക്കട്ടെ. പടച്ചവൻ നമ്മുടെ കടങ്ങൾ വീട്ടി തരട്ടെ. മന്നാനെ അല്ലാഹു നമുക്ക് രോഗങ്ങൾ ശിഫയാക്കട്ടെ. അല്ലാഹു നമുക്ക് ജോലി നൽകുമാറാകട്ടെ. പടച്ചവൻ നമുക്ക് ഭവനം നൽകുമാറാകട്ടെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ നൽകുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിൽ നമ്മുടെ ബിസിനസ്സുകളിൽ അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ആവശ്യം എന്താണോ മുഅ്മിനീങ്ങളെ അത് നമ്മൾ മനസ്സിൽ കരുതുന്ന സുജൂദിൽ കിടന്നുകൊണ്ട് മലയാളത്തിൽ നമ്മൾ പറയരുത്. നേരെ മറിച്ച് അറബി അറിയാമെങ്കിൽ അറബിക്ക് നമ്മൾ ദുആ ചെയ്യാം. മലയാളത്തിൽ പറഞ്ഞാൽ നമസ്കാരം ബാത്തിലായി പോകുന്നതാണ്. ഇനി അറബി അറിയില്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട് മനസ്സിൽ കരുതിയാൽ മതി. കാരണം അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. ആ സമയം നാം അല്ലാഹുവുമായി കൂടുതൽ അടുക്കുന്ന സമയമാണ്, ഒരുപാട് അടുക്കുന്ന സമയമാണ്, അല്ലാഹുവുമായി ചേർന്ന് നിൽക്കുന്ന സമയമാണ്, നമസ്കാരത്തിന്റെ സമയം. അല്ലാഹുവേ ഞാൻ നിന്നെ ആരാധിക്കുന്നേ അല്ലാഹ്.
അതുകൊണ്ട് ഇന്ന് മുതൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആവശ്യങ്ങൾ സുജൂദിൽ കടന്നുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ ഭാഷയിൽ നിങ്ങൾ ദുആ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിൽ കരുതി നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. മന്നാനായ റബ്ബ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ്. അപ്പോൾ സുന്നത്ത് നമസ്കാരത്തിലും ഫർദ് നമസ്കാരത്തിലൊക്കെ നമുക്ക് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇനി നമ്മളിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധമായ മുഹറം മാസമാണ്. 4 മാസങ്ങളിൽ അല്ലാഹു പേരെടുത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു മാസമാണ് മുഹറം മാസം. ഈ മാസത്തിൽ നമ്മൾ ഒരു തിന്മ ചെയ്താൽ അത് കടുത്ത പാപമാണ് മുഅ്മിനീങ്ങളെ. അല്ലാഹു പാപം ചെയ്യുന്നതിനെ തൊട്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ മാസം നമ്മൾ ഒരു നന്മ ചെയ്താൽ ഒരുപാട് ഇരട്ടി പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. ഒരുപാട് പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. ഇതിന്റെ പ്രതിഫലം എടുത്തു പറഞ്ഞ ഭാഗത്ത് ഇമാം റാസി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ മാസത്തെ പരിചയപ്പെടുത്തിയത് മുഹറം ഷഹറുല്ലാഹിന്റെ മാസമാണ്. അതുകൊണ്ട് ഈ മാസത്തെ അതുകൊണ്ട് ഈ മാസം പ്രത്യേകം ശ്രദ്ധിച്ച് അമൽ ചെയ്ത് മുന്നേറുക. ഇത് മറ്റുള്ളവരിലൂടെ നിങ്ങൾ എത്തിക്കുക. അല്ലാഹുവേ, ഈ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ വിനയത്തോടുകൂടി നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതാണ്. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولسائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له وقن علينا ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. اللهم ادفع عنا البلاء والوباء والقحط والأمراض يا أرحم الراحمين. അർഹമറാഹിമീനായ അല്ലാഹുവേ, പ്രപഞ്ചസിതാവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ പടച്ചവനെ. ഞങ്ങൾ പലരും രോഗികളാണ് അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഞങ്ങൾ പലരും കടങ്ങൾ കൊണ്ട് വലിയുന്നവരാണ്. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് പലരും ജോലിയില്ലാത്തവരാണ്, ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് പലർക്കും ഭവനമില്ലാത്തവരാണ്, ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരും റബ്ബേ, സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളും ആലിമീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കുമെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെയൊക്കെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. സർവ്വ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ഇടങ്ങേറുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ ദുരിതങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും അനീതികളിൽ നിന്നും കള്ളന്മാർ ശർകളിൽ നിന്നെല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും കാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ തൊഴിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. രോഗമാറ്റു ബ്രെയിൻ കുഷ്ഠം ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. പടച്ചവനെ, അസൂയാലുക്കൾ അസൂയിൽ നിന്നും മാരണക്കാരുടെ മാർഗത്തിൽ ചതിയന്മാരുടെ ചതികളിൽ നിന്നും വഞ്ചകന്മാരുടെ വഞ്ചനയിൽ നിന്നെല്ലാം ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ കാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.